കൊച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് 90ൻ്റെ വിശേഷം പറയാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പതിവ് പോലെ ബിഗ് ബോസ് വളരെ അടിച്ചുപൊളി പാട്ടിട്ടു. അപ്പോൾ എല്ലാം ഡാൻസ് കളിച്ചു. അനീഷിൻ്റെ സുപ്രഭാതം മുഴങ്ങിക്കേട്ടു. അതിനുശേഷം ആദിലയും അനീഷും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇവിടെ വരുന്ന ടൈമിൽ എത്ര ദിവസം നിൽക്കുമെന്നായിരുന്നു ചേട്ടൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അനീഷ് പറയുന്നത്, എനിക്കങ്ങനെ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, എത്ര നാൾ നിൽക്കുന്നു അത്ര നാളും നിൽക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അനീഷ് പറയുന്നത്, ശോകമായിട്ട് പോകുമായിരുന്ന എൻ്റെ ലൈഫ് ഇവിടെ വന്നിട്ടാണ് കളർഫുള്ളായത്. അനീഷ് ചേട്ടൻ എന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ, കാളവാല് വെക്കല്ലേ, അത് പശുവാണ്. കാളവാല് വെക്കും, കാളവാല് വെക്കുമ്പോഴേ നമുക്കറിയാമെന്നല്ലേ പറയുന്നത്. അപ്പം അല്ലേ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ പുള്ളിയുടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്, ആരോ പുള്ളിയുടെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ട്. പിന്നെ പറയുന്നത്, എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ആളുണ്ടാകുക എന്നത് പറയുന്നത് നല്ല കാര്യമല്ലേ, സ്നേഹം കിട്ടുക എന്നതൊരു വലിയ സംഭവമാണ്. പിന്നെ കാണുന്നത് അനീഷും അനുവും കൂടെ ഊഞ്ഞാലാടുന്നതാണ്. അപ്പോൾ അവിടെ സമയത്തെക്കുറിച്ച് സംസാരിക്കും. എത്ര സമയമായി ചേട്ടാ എന്ന് അനുമോള് ചോദിക്കുന്നു. അപ്പം അനീഷ് ഏതോ കണക്ക് സമയം പറയുന്നു. അപ്പം അനു പറയുന്നത്, തുമ്പിയെ കണ്ടിട്ട് പറയുന്നത്, ഈ കുഞ്ഞു തുമ്പിയല്ല ചേട്ടാ വലിയ തുമ്പിയാവുന്നത്, അതൊക്കെ വലിയ എന്താ പറയുക, അതൊന്നും അറിഞ്ഞിട്ടല്ലോ, കുഞ്ഞു തുമ്പിയല്ലേ വലിയ തുമ്പിയാവുന്നത്. ബിഗ് ബോസ് എന്നാൽ പിന്നെ ഒന്നും അറിഞ്ഞിട്ടല്ലോ ആർക്കും. അപ്പോഴാണ് അനീഷ് ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അനുവിനോട് ചോദിക്കുക. അപ്പോൾ അനു പറഞ്ഞു, ഓക്കെ ചേട്ടൻ കുറേ മാറി, ആദ്യം എനിക്ക് ചേട്ടനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം അനീഷോട്ട് അതെന്താ? അപ്പം അനു പറയുന്നത്, ഇങ്ങനൊരാളെ ആദ്യമായിട്ടല്ലേ ഞാൻ കാണുന്നത്, പക്ഷേ ഇപ്പം നല്ലൊരാളാണ് അനീഷ് ചേട്ടൻ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ. പോയില്ലേ കഥ, ജിസയിൽ പാടിയപ്പോഴേ പുള്ളി കോരി, അത് പ്രണയമാണോ എന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രണയമൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളെ ഭയങ്കര. അപ്പോഴാണ് പുള്ളിക്കാരനൊരു കാര്യം അനുവിനോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? പക്ഷെ അനു വലിയൊരു റിയാക്ഷൻ, എനിക്ക് അനു അത് പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളിതൊന്നും പ്രതീക്ഷിക്കാതെ, കാരണം നമ്മൾ അങ്ങനെ ഒരു ഫീലിങ്സ് ഒരാൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ അങ്ങനൊരു ചോദ്യം കേൾക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഞെട്ടലുണ്ടാക്കുകയും അതുപോലെ നമ്മൾ അതിന് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ അനു അതൊന്നും ചെയ്തില്ല. അപ്പോഴും അനുവിൻ്റെ ശരീരഭാഷയും അനുവിൻ്റെ ആ ഒരു സംസാര രീതിയൊക്കെ അത് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. അനുവിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് മൈക്ക് ക്യാമറയാണ്, ഇത് കാണും, അതിലൂടെ കേൾക്കുമല്ലോ എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഒരു കൺസേൺ. അപ്പോൾ ചോദിക്കുന്നത്, എന്നെ പ്രാങ്ക് ചെയ്തതാണോ ചേട്ടാ, ബിഗ് ബോസ് വിളിച്ച് എന്നെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞിരുന്നോ ചേട്ടാ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ സമയത്ത് അനു ഉത്തരം പറയുകയാണ്. അപ്പോൾ അനീഷ് പറഞ്ഞു, നീ എനിക്ക് ഉത്തരം എന്താ? അപ്പോൾ അനു പറയാണ്, കല്യാണത്തെപ്പറ്റി ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല, എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. പിന്നെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന സമയത്ത് എനിക്കെൻ്റെ കല്യാണം നടത്തണം, പിന്നെ വീടിൻ്റെ ലോൺ അടയ്ക്കണം. അപ്പോൾ ഈ പ്രാരാബ്ദങ്ങളെല്ലാം കേട്ടപ്പോൾ അനീഷ് എന്താ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ അനീഷട്ട് എന്തു പറ്റി അനുമോൾ ചോദിക്കുക. ഇത് പ്രാങ്കാണെന്ന് ഞാൻ വിശ്വസിക്കില്ല, ഇതിപ്പം ഞാൻ അപ്പോൾ പുള്ളിക്കാർ തന്നെത്താനിരുന്ന് പറയുകയാണ്, ഇത് ഞാൻ പ്രാങ്കാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പം പുള്ളിക്കറിയാം അത് ചുമ്മാ പ്രാങ്കൊന്നും അല്ലാതെ കാര്യമായിട്ട് ചോദിച്ചാന്നൊക്കെ അനുവിനറിയാം. അതൊരു നേരത്തെ അനു എക്സ്പെക്റ്റ് ചെയ്തത് പോലെയാണ് പുള്ളിയുടെ ഒരു വർത്തമാനം എപ്പോഴും. അപ്പം പിന്നെ പറയുന്നത്, ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കും. ഇപ്പം പുള്ളിക്കാർ തന്നെത്താനെ വിളിച്ചപ്പം ഞാൻ ആരോട് പറയും. ഇപ്പം പുള്ളിക്കത് ആരോടൊന്നും പറഞ്ഞാൽ പുള്ളിക്കത് കോൺഫിഡൻസ് ആയിട്ട് വെക്കണമെന്നൊന്നുമില്ല, ആരോടും നിന്ന് പറയണം അപ്പോഴും. ഉടനെ അപ്പം അതിലൂടെ നൂറോട് മിണ്ടത്തില്ലല്ലോ. അപ്പം പുള്ളി ഇങ്ങനെ ചിന്തിക്കുക, ഞാനിപ്പോൾ ആരോട് പറയും, അതിലൂടെ നൂറോടും പറയുന്നത് എങ്ങനെ. പിന്നെ അവസാനം ആതിരെ വിളിച്ചിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ടൈമിലും ഭയങ്കര സന്തോഷിച്ചൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നിട്ട് ആതിരയോട് പറയുന്നത്, ഇത് നൂറയോട് പറയരുത്. അതെങ്ങനെ, ആതിരയുടെ പാർട്ട്ണറാണ് നൂറ, എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ജെനുവിനിറ്റി ഇല്ല. നമ്മൾ ആ പുള്ളിക്കാരിയുടെ ആതിരയുടെ കൂടെ ജീവിക്കുന്നൊരു കുട്ടിയാണ് നൂറ. അപ്പോൾ അതിനോട് പറയരുതെന്ന് എന്തായാലും ആതില പോയി നൂറയോട് പറയും. അപ്പം ആതില പറയില്ല, പ്രോമിസ്. അപ്പം അനുമോൾ പറയുന്നത്, ചേട്ടനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ, എനിക്ക് പേടിയാവുന്നു. അനു പറയുന്നുണ്ട്, എനിക്ക് നേരത്തെ ഒരു ഡൗട്ട് പോലൊക്കെ തോന്നിയിട്ടുണ്ട്, കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു, ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, എനിക്ക് പോമഗ്രനേറ്റ് തരുന്നു, എനിക്ക് അത് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു. അപ്പം നേരത്തെ മുതൽ ആ ഒരു ഫീലിംഗ് പുള്ളിക്കാരിക്ക് മനസ്സിലായി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആതില പറയുന്നൊരു കാര്യമുണ്ട്,
അത് സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കും അത് ചോദിച്ചത്. കാരണം ഈ അവസാന ദിവസം, ഇനി 10 ദിവസമല്ലേ ഉള്ളൂ, 10 ദിവസം, ഈ അവസാന സമയത്ത് ഇങ്ങനൊരു ലവ് ട്രാക്ക് കളിക്കത്തക്കതായ ബോധമൊന്നും അനീഷിനായിട്ടില്ല എന്നാണ് ആദില പറയുന്നത്. അപ്പം ആദില പറയുന്നത് അതുകൊണ്ട് ഈ 2 ദിവസം കൊണ്ടേ അനീഷ് പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കണം. ഇതിൽ ഞാൻ റിവ്യൂ പറഞ്ഞപ്പം പറഞ്ഞില്ലേ, എനിക്ക് 2000 ദിവസം ബിഗ് ബോസ് ഈ ഒരു ഷോ നടത്തുവാണെങ്കിൽ എനിക്കിവിടെ നിൽക്കണം. അപ്പോൾ പുള്ളിക്കാരനെ പോകാൻ ഉദ്ദേശമില്ലായിരുന്നു. പുള്ളി വിചാരിച്ചെന്തുവാ, അനു അങ്ങ് പുള്ളി അങ്ങ് പ്രേമിക്കുക എന്നൊക്കെ വിചാരിച്ചായിരിക്കും പാവം. നെവിൻ ഒളിഞ്ഞു നിന്നത് കേൾക്കും, ഈ പറയുന്ന സംഭാഷണമൊക്കെ നെവിൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുക. അപ്പോൾ ആദ്യം അങ്ങ് പേടിച്ചു പോയി. ഞാൻ നോട്ടീസ് ഒരു കാര്യം, ഈ ഒരു രാവിലത്തെ ഒരു പ്രപ്പോസൽ അതിനുശേഷം ഈ അനീഷ് പെട്ടെന്ന് അങ്ങ് ഡൗണായി. ആ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു. ആ പഴയ അനീഷായി, ഇങ്ങനെ മുഖം മേലിട്ട് വെച്ച് നടക്കത്തില്ലേ, ആ സെയിം അനീഷായി. അപ്പോൾ അനു ആകെ ധർമ്മസങ്കടത്തിൽ. അപ്പോൾ അതിനിടയ്ക്കുള്ള ഷാനവാസ് അനുവിനോട് പറയുന്നത്, അനു ആദിലയുടെയും നൂറയുടെയും കാര്യമൊക്കെ ക്ലിയറാക്കിയോ, ഞാൻ ക്ലിയറാക്കി തരാം, അതൊന്ന് ക്ലാരിറ്റി വരുത്തണം എന്നൊക്കെ. അപ്പോൾ അനു അങ്ങ് പേടിച്ചു പോവുക. അപ്പോൾ അനു വിചാരിച്ചെന്ന് പറയുക ഷാനവാസ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നതെന്നാണ്. എന്നിട്ട് ഷാനവാസ് അവസാനം പറയുന്നത്, എനിക്ക് അനുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തണം. ഇനി എന്തോ ആ ക്ലാരിറ്റി വരുത്തുന്നത് എനിക്കറിയത്തില്ല, 9 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അനു പേടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന അനീഷ് മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദിലേക്ക് ആ സംഭവമല്ല. അപ്പോൾ ആദില പറയുന്ന അനീഷ് ഏട്ടാ മൂഡ് ഓഫ് ആണോ, സംസാരിക്കൂ ചിരിക്കൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനു അതിലോട് പറഞ്ഞത് നൂറയെ വിളിച്ച് നൂറയോട് പറയരുതാണ്. പക്ഷേ അനുവിനൊന്ന് മനസ്സിലടക്കി പിടിക്കാൻ പറ്റുന്നത്. ഉടനെ അനു നൂറയെ വിളിച്ചു. അപ്പോൾ നൂറ പറഞ്ഞാൽ വരത്തില്ല, എനിക്ക് കേൾക്കണ്ട. നൂറ വിചാരിച്ച് വേറെ ഏതോ കാര്യമാണ്. പക്ഷേ നൂറ പറയാണ് നാളെ എവിക്ഷനാണതുകൊണ്ടാണ് അനു വിളിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അനു ഈ അനീഷിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത്. അവസാനം വഴക്കുണ്ടാക്കിക്കൊണ്ട് നൂറ അടുത്ത് ചെന്നു. അപ്പം നൂറയോട് ഇത് പറയുന്നു. അപ്പം നൂറ പറഞ്ഞ് എനിക്കിത് കേട്ടപ്പോൾ വലിയ ഞെട്ടലുണ്ടായില്ല. എന്തുകൊണ്ടാണ്, ഞാൻ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, കാരണം നീ അങ്ങനെയാണ് അയാളോട് ബിഹേവ് ചെയ്തത്. അപ്പോഴും അനു ധർമ്മസങ്കടത്തിലാകുന്നുണ്ട്. അപ്പോൾ അനു പറയാണ്, ഞാൻ ആ കാണിച്ചു കൂട്ടിയതൊക്കെ തമാശയായിരുന്നു. ഈ കുഞ്ഞു പിള്ളേരല്ലേ തമാശ കാണിക്കാൻ, ഇത്രയും നമ്മൾ കുറേ പക്വതയൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ കാണിക്കുന്നത് തമാശയല്ല. ഒരു കൊച്ചു ഏജിലൊക്കെ നമ്മൾ കാണിക്കുന്നത് തമാശ, ഇത് തമാശയല്ല. കാരണം അവരൊക്കെ മുതിർന്ന ആൾക്കാരാണ്. ആദില പറയുന്നു ഇനി അഭിനയിക്കുവാണോ, പറഞ്ഞല്ല, അഭിനയിക്കുന്നതല്ല, അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കാണുന്നത് ആദിലയും അനുവും കൂടെ പഴയ വഴക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. കഴിഞ്ഞ ആഴ്ച നടന്നില്ലേ ആ വഴക്കിൻ്റെ കാര്യം. അപ്പോഴും വഴക്ക് പോലെ തന്നെയാണ്, അവരത് ഒത്തുതീർപ്പിലോട്ട് വന്നില്ല. അപ്പോഴും വഴക്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒത്തിരി പേരുണ്ട്. നമുക്കൊക്കെ പറഞ്ഞ് എനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല എന്നായിരുന്നു. ഇപ്പം പറയുന്നത് എനിക്ക് ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്, പക്ഷേ ഡീപ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ എനിക്ക് 2 പേരേ ഉള്ളൂ, അതെൻ്റെ വീട്ടിനടുത്താണെന്നൊക്കെ അനു പറയുന്നു. അപ്പോൾ അനു പറയുന്നത് എന്നെ ബിഗ് ബോസ് ഇവിടെ നിർത്തത്തില്ല, ഞാൻ നാളെ മിക്കവാറും പോകും. പിന്നെ കാണുന്നത് അനീഷിൻ്റെ പുറകെ അനു നടക്കുക. അനീഷ് എനിക്ക് സംസാരിക്കണം, എനിക്ക് സംസാരിക്കും. പക്ഷേ അനീഷ് പറഞ്ഞ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, എനിക്കിനി അത് കുഴി തോണ്ടി എടുക്കാൻ താല്പര്യമില്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അനീഷ് സംസാരിക്കുന്നില്ല. ആദിലൊക്കെ ചോദിക്കുന്നുണ്ട് നീ എവിടെ, അപ്പോൾ എവിടോട്ടോ വരാൻ അനീഷിനെ വിളിക്കുകയാണ്, ഏതൊരു സ്ഥലത്ത് പോയിരിക്കുന്ന സംസാരിക്കാൻ. അപ്പം ആദിലൊക്കെ ചോദിച്ചു അതെന്തിനാ, അത് ആ ബാക്കിയെല്ലായിടത്തും ക്യാമറയും മൈക്കും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അനു പറയാണ് ഞാൻ എവിടെ ആണെങ്കിലും പതുക്കെ സംസാരിക്കാം. പിന്നെയും അനു പറയുന്നത് ഞാനത് തമാശയ്ക്ക് കാണിച്ചതല്ലേ, എൻ്റെ സങ്കല്പത്തിൽ ഒരാളുണ്ട്. പിന്നെ കാണിക്കുന്നത് മുട്ട വഴക്കാണ്. കിച്ചണിൽ ആരോ ഒരു മുട്ട എടുത്ത്, സാബുമാൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു, അത് അക്മറിനോട് ചോദിക്കുന്നു. പിന്നെ അവിടെ നിന്നവരോടൊക്കെ ചോദിക്കുന്നു, മുട്ട വഴക്ക് അങ്ങനെ നീളുന്നു. സാബു പറയുന്നത് മുട്ട എടുത്തവൻ മുടിഞ്ഞു പോകട്ടെ. അപ്പം എല്ലാവരും പറയുന്നത് അനീഷ് ഏട്ടനല്ല, അനീഷ് അതെടുക്കത്തില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും? അപ്പോൾ അവർ കുറേ പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പം സാബു പറയുന്നത് ഇങ്ങനെ കള്ളനും കള്ളിയും വിന്നറാകാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു ബിഗ് ബോസിൻ്റെ, ഇനി ക്യാപ്റ്റൻ ഉണ്ടാകില്ല. നൂറയായിരുന്നു ഹൗസിൻ്റെ അവസാനത്തെ ക്യാപ്റ്റൻ. ബിഗ് ബോസ് പറയുകയാണ് ഒരാളെ തിരഞ്ഞെടുക്കുക, കഴിഞ്ഞ ആഴ്ചയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളെ തിരഞ്ഞെടുക്കുക, അവർക്ക് പ്രത്യേക സമ്മാനമോ ഏതോ കാര്യങ്ങളുണ്ട്. അവിടെ തിരഞ്ഞെടുത്തത് നെവിനെയാണ്. കാരണം നെവിന് കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ നല്ല ക്യാപ്റ്റൻ. അനു കിട്ടിയതിറങ്ങിപ്പോയപ്പോഴത്തേന് നെവിനാണ് അവിടെ
കുക്ക് ചെയ്തത്. അപ്പോൾ അത് എല്ലാവരും നെവിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പം നെവിന് പറഞ്ഞ പേര് അക്ബറിൻ്റെയാണ്. അപ്പം നെവിൻ പറയുന്നത് എൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ടായിരുന്നു അക്ബർ. കാരണം ഈ ജയിലിലൊക്കെ കിടന്ന ടൈമിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിയെ മോട്ടിവേറ്റ് ചെയ്തു. അനുമോള് പേര് പറഞ്ഞത് അനീഷിൻ്റെയാണ്. അപ്പോഴും അനീഷിനെ വിടുന്നില്ല. അപ്പം അനീഷിൻ്റെ പേര് പറയാൻ മതി. നമുക്കത് താല്പര്യമില്ല എങ്കിൽ എപ്പോഴും നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങ് പോകുന്നതാണ് നല്ലത്. നമ്മൾ പിന്നെ അത് തമാശ കാണിക്കാൻ പോലെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ പിന്നെ അത് തമാശ കാണിക്കാൻ പോലെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കത്തേ ഉള്ളൂ. പിന്നെ ജയിൽ നോമിനേഷൻ വന്നു, ലാസ്റ്റ് ജയിൽ നോമിനേഷൻ. അപ്പോൾ അവിടെ തിരഞ്ഞെടുത്തത് നൂറയും സാബുമോനെയാണ്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജയിൽ വാസമില്ല, കാരണം ലാസ്റ്റ് അല്ലേ, അവൻ അത് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ബിഗ് ബോസ് പറയുന്നത് ആർക്കെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ജയിലിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പോകാം. അപ്പോഴും പിന്നെ നൂറയും സാബുമോനോട് സോമനസാലെ ജയിലിലേക്ക് പോയി. അവർ കുറച്ച് നേരം ജയിലിൽ കിടന്നു, പിന്നെ അങ്ങ് അവർ റിലീസാക്കി വിട്ടു. പിന്നെ എല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ട് ഈ അനീഷിൻ്റെ ഈ ഒരു മാറ്റം. കാരണം വളരെ മൂഡ് ഓഫായിട്ട്, കാരണം കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിരി തമാശ ബഹളം പോക്ക് വരവൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് അനീഷ് ഏട്ടാ മൂഡ് ഓഫ് ആണോ, എന്താണ് റീസൺ എന്നൊക്കെ. അപ്പോൾ അനീഷ് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ മൂഡ് ഓഫ് അല്ല എന്നൊക്കെ പറയുന്നു. വഴക്ക് അനു ആദില നൂറ നീ. അപ്പോൾ ഒരു കോൺവെർസേഷൻ അവർ മൂന്നിട്ട് നടന്നപ്പോഴും അനു പറയുന്നത് നിങ്ങൾ കള്ളസ്നേഹമാണ് കാണിച്ചത്. അപ്പോൾ അതിൽ നീ ഇപ്പോഴും പറഞ്ഞില്ലേ ഞങ്ങൾ കള്ളസ്നേഹമാണ് കാണിക്കുന്നത്. പിന്നെ കാണുന്നത് അനുമോൾ അക്ബറിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ ചെല്ലുന്നതാണ്. ഒരാഴ്ച അനീഷിൻ്റെ കൂടെ ആയിരുന്നു, ഇപ്പോൾ അക്ബറിൻ്റെ കൂടെ ഇരിക്കുക. ഇപ്പം 2 പ്രാവശ്യം അക്ബറിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അക്ബറിനോട് ചെന്ന് ക്ഷമ ചോദിക്കുന്നു, ഞാൻ ചെയ്തതിലെല്ലാം തെറ്റ്, അതാണ് ഇതാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനു അവർ പറയുകയാണ് ഇപ്പം എല്ലാം ചെയ്തതിന് ശേഷം ക്ഷമ ചോദിക്കുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്കെതിരെ ഒരു പാട്ട് ഞാനിപ്പോൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നീ ക്ഷമ പറഞ്ഞത് കൊണ്ട് എനിക്കിപ്പോൾ അത് പാടാൻ പറ്റാതായത് തമാശ പറയുന്നു. അപ്പോൾ അക്ബർ പറയാം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് എനിക്ക് വിഷമം തോന്നിയത്. ഒന്നാമത്തെ കാര്യം ഞാൻ അടുത്തോട്ട് വരുമ്പോൾ സ്മെല്ലാണ്, അതുപോലെ ഞാൻ കുളിക്കാറില്ല, നിനക്കറിയാം ഞാൻ 2 നേരം കുളിക്കുന്ന ആളാണ്, അതുപോലെ പല്ല് തേക്കാറില്ല. അനു അക്ബറിനെ കുറിച്ച് പറഞ്ഞ പരാതികളാണ്. അക്ബർ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഗെയിമിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പറയുന്നതല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ അവിടെ അനീഷ് മിണ്ടാത്തതിനെ പറ്റി എല്ലാവരോടും ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെയും ഊഞ്ഞാലിൽ അനീഷ്. അനു അവിടെ ചെല്ലുകയാണ്, അനീഷ് ഏട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പം അനീഷ് പറഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് എനിക്കത് പിന്നെ കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല, എനിക്കത് അനീഷ് പറയുന്നതാണ് എൻ്റെ റൈറ്റ്, കാരണം ഇനി അത് പറയേണ്ട കാര്യമില്ല, ആ ചാപ്റ്റർ ക്ലോസ് ആയി. ആ പുള്ളിക്കാരൻ പ്രപ്പോസൽ ചെയ്തു, പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല എന്നല്ല, എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ അനീഷിന് മനസ്സിലായില്ല, അനീഷ് പ്രായമുള്ള മനുഷ്യനല്ലേ. അപ്പോൾ അതുകൊണ്ട് അനീഷ് എന്ത് ചെയ്തു, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കുഞ്ഞാലിയെന്ന്. പിന്നെയും പലതവണയായിട്ട് അനുമോള് അനീഷിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് പിന്നെ സംസാരിച്ചത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി വേണ്ടാന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ഓൾറെഡി അനീഷ് പറഞ്ഞാൽ കറക്റ്റാണ്, ചാപ്റ്റർ ക്ലോസാണ്. അതൊരു തമാശയല്ലല്ലോ. ഈ തമാശ അനീഷൊക്കെ അങ്ങനെ പറയുന്നത് ഒരു തമാശയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല, ലൈഫല്ലേ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസിന് എവിടെയൊക്കെയോ ഒരു കാര്യങ്ങൾ മണക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു ഷാനവാസ് പറയാം. ഈ അനുവിനാണ് ഇതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. പുള്ളിക്കിതൊരു ക്രെഡിറ്റ് പോലെയാണ്, ഇത് ഭയങ്കര പുള്ളിക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയ പോലെയാണ്. പുള്ളി ഉടനെ നിന്ന് ഷാനവാസിനോടും പറയുന്നുണ്ട്. അപ്പം നൂറ ഷാനവാസ് ഇവരെല്ലാവരും അറിഞ്ഞു. അപ്പം ഇനി എല്ലാവരും അറിയും. അപ്പം ഷാനവാസിനൊരു ഡൗട്ട്, ഈ തീരാൻ പോകുന്ന സമയത്താണോ ലവ് ട്രാക്ക് പിടിക്കുന്നത്, എന്നിട്ട് പറയുന്നത് എൻ്റെ മിത്രത്തിന് ഇത് മിത്രം എന്ന് പറഞ്ഞാൽ അനീഷ്, എൻ്റെ മിത്രത്തിന് ഇത് എന്ത് പറ്റി. ഷാനവാസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് കറക്റ്റായിട്ട്. ഷാനവാസ് പറയുന്നത് ഈ ട്രാക്കിലേക്ക് അവനെ കൊണ്ടുവന്നത് നീയാണ്, അനുവിനോട് പറയുകയാണ്. കറക്റ്റാണ്, തമാശ പറയുകയും ചിരിക്കുകയും നമ്മൾ അങ്ങനെ ഒരു ഇമോഷണൽ ഒരു ഫീലിംഗ് ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേന് അത് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മുടെ ശരീരഭാഷയും നമ്മുടെ ബിഹേവിയറും നമ്മുടെ വാക്കുകളൊക്കെ ആളുകൾക്ക് മനസ്സിലാകും. അനു പറയുന്നത് ഇക്കയ്ക്കും അതിൽ പങ്കുണ്ട് ഷാനവാസിനോട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അതിൽ പങ്കുള്ളത് പോലെയാണ്. ഷാനവാസ് പറയുന്നത് നീ ഭയങ്കര ഓവറായിട്ടായിരുന്നു ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. പിന്നെ അനു പറയുകയാണെങ്കിൽ ഞാൻ കോമഡി കാണിച്ചതാണ്, പുള്ളിക്കാരി കോമഡി കാണിച്ചതാണ്.
അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ എല്ലാവരും കോമഡി കാണിക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല. പിന്നെ ഷാനവാസ് പറയുന്നത് ചിരി വരാത്ത അനീഷിൻ്റെ മുൻപിൽ നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തമാശയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവനത് ആസ്വദിക്കുകയായിരുന്നു. കാര്യങ്ങൾ പോയ പോക്കെ. പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് ബിഗ് ബോസിൻ്റെ വന്ന് ജയിൽ എന്നേക്കുമായി അടയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ജയിലിൽ പോയി, എല്ലാവരോടും പോയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ബിഗ് ബോസ് തന്നെ ഒരാളെ പറഞ്ഞു വിട്ടു, മറ്റേ മുഖംമൂടിയൊക്കെ വെച്ച്, മുഖംമൂടിയാണോ മറ്റേ ഇതൊക്കെ വെച്ച്, മുഖംമൂടിയാണെന്ന് തോന്നുന്നു, അതൊക്കെ വെച്ചിട്ട് വന്ന് ആ ജയിലങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ചിരികൾ, ഈ അനീഷിൻ്റെയും അനുവിൻ്റെയും കാര്യം ഒഴിച്ച് ബാക്കി എല്ലാവരും സന്തോഷമായിരുന്നു. എല്ലാവരും ചിരിക്കുകയും പറയും. കാരണം ഇപ്പം വേറെ സ്ട്രാറ്റജിയുടെ കാര്യമൊന്നും ഇല്ലല്ലോ. മറ്റേ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ആലോചിച്ചിട്ട് മനസ്സ് പുണ്ണാക്കിയ സ്ട്രാറ്റജി തയ്യാറാക്കുന്ന ഒരു ധൃതിയിലായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാവരും സന്തോഷമായിട്ട് ചിരിക്കുകയും പറയുകയും കാര്യം ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നത് അതിലെയും അക്ബറും തമ്മിലുള്ള കോൺവെർസേഷൻ. അക്ബർ പറഞ്ഞ ഞാനൊരു വില്ലനായിരുന്നു ഇവിടെ. അപ്പോൾ അതിൽ പറഞ്ഞ ഇക്ക ഒരു കണ്ണിലെ കരടായിരുന്നു. നെവിൻ പറയുന്നത് ഞാൻ ഇവിടെ എല്ലായിടവും കിടന്നുറങ്ങിയിട്ടുണ്ട്, ബാത്റൂമിലും കിച്ചണിലും സ്റ്റോർ റൂമിൻ്റെ അവിടെയൊക്കെ ഞാനിവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നു. ശരിയാ, അവിടെ എല്ലാം കിടക്കുന്ന കാണാം. പിന്നെ നെവിൻ പറഞ്ഞു ഞാനിവിടെ പെറോട്ട ഉണ്ടാക്കി, വേറെ സീസണിലാരും പെറോട്ട ഉണ്ടാക്കിയില്ല, ഞാനിവിടെ നൂൽപുട്ടുണ്ടാക്കി, ഞാനിവിടെ പുട്ടുണ്ടാക്കി, ചിരട്ടപ്പുട്ടുണ്ടാക്കി. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഞാൻ കട്ടെടുക്കുന്നുണ്ട്, സ്പൈക്കുട്ടൻ വന്ന് എന്നെ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിയുടെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ഫ്ലോറിൽ വളരെ കൂട്ടായിട്ട് കിടക്കുന്ന അനുമോൾ, ആദില, നൂറ. അവർ കൂട്ടായി കേട്ടോ, ഭയങ്കര കൂട്ടായി. ഏതൊരു സിനിമയിലില്ലേ, മറ്റേ എന്തൊരു സിനിമയിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് വരുന്നോ കാണാൻ അവർ കൂട്ടായെന്ന് പറയും സിനിമ, അത് ഓർക്കുന്നില്ല. അതുപോലെ അപ്പം നെവിൻ അപ്പുറത്ത്. അപ്പം നെവിൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നടുവിൽ കിടക്കണം. അപ്പോൾ എല്ലാവരും കളിയാക്കുക. പക്ഷെ നെവിൻ പോയി നടുവിൽ കിടന്നു. അനുവിൻ്റെയും ആദിലയുടെ നടുവിൽ നെവിൻ കിടന്നു. എന്നിട്ട് ആദില പറയാണ് പണ്ട് തറവാട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങിയത് ഓർക്കുന്നു. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എപ്പിസോഡ് തികച്ചും സമാധാനപരമായി. നമുക്ക് അവരുടെ വഴക്കൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് 9 ദിവസമല്ലേ ഉള്ളൂ, 9-10 ദിവസമല്ലേ, ഇന്ന് 90 10 ദിവസം. അപ്പോൾ ഇനി അങ്ങോട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം വഴക്കുണ്ടാക്കാനൊന്നുമില്ല. ഇപ്പോൾ അവർ നോർമൽ ആൾക്കാരായി. ഇനിയിപ്പോൾ ടെൻഷൻ ആര് വിന്നറാകും എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാളായേ പറ്റത്തുള്ളല്ലോ. അപ്പം ആരായാലും അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എനിക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഓക്കെ, ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.